നമസ്കാരം സുഹൃത്തുക്കൾ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഈ പ്രഹസനം ഇനിയെങ്കിലും നമ്മുടെ പിതാക്കന്മാരും മാതാവും പിതാവും ഉപേക്ഷിക്കണം. കാരണം ഈ വിഷയം ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഇന്ത്യയിൽ നാട്ടിൽ ഒരു ഹോളിഡേയ്സിന് പോയപ്പോൾ എൻ്റെ ഒരു കസിൻ സഹോദരൻ്റെ വീട്ടിൽ പോയപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. അങ്ങനെ ആ സഹോദരന് ഒരു 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 മകനുണ്ട്. അവൻ നീറ്റ് പരീക്ഷയ്ക്ക് ഇപ്പം നമുക്കിപ്പോൾ അത് നീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അറിയാം. രണ്ടാമത് വീണ്ടും ഏതെന്നോ സാഹചര്യം, കുട്ടികൾ ഒരുപാട് മാനസിക സമ്മർദ്ദം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ പയ്യനെ കാണുന്നില്ല. ഞാനവിടെ ചെന്നു. അരമുക്കാൽ മണിക്കൂറായിട്ടും ഈ പയ്യൻ പുറത്തു വരുന്നില്ല. അപ്പം അങ്ങനെ എന്ത് ചെയ്യും, ഈ മകൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പിതാവ് പറയുകയാണ് അവൻ പഠിക്കുകയാണ് നീറ്റ് പരീക്ഷയ്ക്ക്. പിന്നെ ചോദിച്ചു, നീറ്റ് പരീക്ഷയ്ക്ക് പഠിക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു ഒരു സോഷ്യൽ സ്കില്ല് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ഒരു സോഷ്യൽ ലൈഫ് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ വീട്ടിലൊരു ഒരു അതിഥി വന്നാൽ മിനിമം പുറത്തിറങ്ങേണ്ടി വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ യുവതലമുറ എത്തിയിരിക്കുന്നത്. കാരണം അത്രമാത്രം ഡെഡിക്കേഷനാണ് നമ്മുടെ യുവതലമുറ കൊടുക്കുന്നത് പ്രവേശന പരീക്ഷകൾക്ക്, IIT, JEE, പിന്നെ നീറ്റ് പരീക്ഷകൾക്ക്. എന്താണ് ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ? ഈ പയ്യൻ പുറത്തു വരാൻ പോലും സാധിക്കാതെ എല്ലാവിധ സോഷ്യൽ സ്കില്ലുകളും അവൻ്റെ എന്താ ഹോബീസുകളും താല്പര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഒരേ ഒരു ലക്ഷ്യം മാത്രം, അതായത് നീറ്റ് എന്നുള്ള ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾ അപ്പിയർ ചെയ്ത് നിസ്സാരമായ സീറ്റുകൾക്ക് വേണ്ടി മാത്രമുള്ളത്. അവൻ പഠിക്കട്ടെ, ഞാൻ പഠിക്കുന്നതിൻ്റെ കുറ്റമല്ല പറയുന്നത്. പക്ഷേ ഈ ഒബ്സസീവ് പാഷൻ, എന്താണ് ഈ കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഈ പാഷൻ വരുന്നത്? ഇതിനോട് മാത്രം ഇതൊരു പാഷൻ എന്ന് എനിക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഇത് ശുദ്ധ ഒരു അസംബന്ധം എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഇതിന് തുടക്കം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത് വിവരമില്ലാത്ത പിതാവും മാതാവും. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഇങ്ങനെയായിരിക്കും. കാരണം ഇന്ത്യയിലെല്ലാം ഒരു പാക്കേജ് പോലെയാണ്. കാരണം ഒരു വലിയൊരു പാക്കേജ് കിട്ടിയാൽ ജീവൻ സുഖമാകും. ഒരു എഞ്ചിനീയർ ആയാൽ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയാൽ ജീവൻ സുഖമാകും എന്ന് വിശ്വസിക്കുന്നവരാണ് 90% ഇന്ത്യയിലുള്ള എല്ലാ മാതാവും പിതാവും. കാരണം ഞങ്ങൾ കടന്നുപോയ വിഷയം അതിനെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഇന്ത്യയിലെ സിസ്റ്റം അങ്ങനെയാണ്. കാരണം ഒരു താഴെ ഒരു ഒരു സാധാരണക്കാരന് ഒരിക്കലും അപ്രായോഗികമായ കാര്യങ്ങൾ ഒരിക്കൽ പോലും അവൻ അനുഭവിക്കാൻ യോഗ്യത കൊടുക്കാതെ, അങ്ങനെയാണ് സിസ്റ്റം. ഇന്ത്യയിലെ സിസ്റ്റം അങ്ങനെയാണ്, വ്യവസ്ഥ അങ്ങനെയാണ്. കാരണം അമേരിക്കയിലും വിദേശ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ പോലും മിനിമം വേജിൽ, അതായത് ഏറ്റവും അടിസ്ഥാന ശമ്പളമുള്ള ജീവനക്കാരന് പോലും അവന് മിനിമം സൗകര്യങ്ങൾ കിട്ടണമെന്ന് സർക്കാർ അനുശാസിച്ചിട്ടുണ്ട്. കിട്ടിയേ പറ്റൂ. അവന് മിനിമം എന്ന് പറയുന്നത് അവനൊരു വണ്ടി വേണം, കാറ് വേണം, അതോടൊപ്പം തന്നെ അവന് സുഖകരമായി ജീവിക്കാൻ സാഹചര്യം വേണം, വീട് വേണം, രണ്ടാമത് ഒരു ക്ലീൻ എയർ, എല്ലാം സർക്കാർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അവന് കിട്ടുന്ന ശമ്പളം. അങ്ങനെയാണ് ഇവിടുത്തെ വ്യവസ്ഥ. പക്ഷെ ഇന്ത്യയിൽ ആ വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് ഈ മാതാവും പിതാവും കുട്ടികളോട് പറയും നീ ഒരു എഞ്ചിനീയർ ആകണം അല്ലെങ്കിൽ ഡോക്ടർ ആകണം എന്ന്. അതിൽ തെറ്റൊന്നുമില്ല. ആ സിസ്റ്റം മാറാൻ നിവൃത്തിയില്ല. കാരണം ഇന്ത്യയിൽ അങ്ങനെയാണ്. ഗതികെട്ട് ഡോക്ടറോ എഞ്ചിനീയറോ ആയില്ലെങ്കിൽ പിന്നെ ജീവിതം കട്ടപ്പോവുകയാണ് ഇന്ത്യയിൽ. ആ ഒരു ചിന്താഗതി അന്നും നാളെ അങ്ങനെയായിരിക്കും. കാരണം ആ ഒരു അവസ്ഥയാണ്. കാരണം കുട്ടികൾ ബുദ്ധിമുട്ടണ്ട എന്നുള്ള ഇതുകൊണ്ടാണ് ഈ മാതാവും പിതാവും പറയുന്നത്. എന്ത് പറയാൻ, നീ പോയി നീറ്റ് ചെയ്ത് അല്ലെങ്കിൽ IIT ചെയ്ത് രക്ഷപ്പെടുന്നൊക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ 2 വർഷത്തോളം ഈ കുട്ടികൾ സോഷ്യൽ സ്കില്ലുകളും അവരുടെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഈ കുട്ടികളുടെ ഒരു മാനസിക അവസ്ഥ എന്തായിത്തീരും? ഇതിനൊരു യാഥാർത്ഥ്യമുണ്ടോ? കാരണം ഇത് വേണ്ടതാണോ? ഇത് ശരിയായ രീതിയാണോ? കാരണം ഇന്ത്യയിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല രണ്ടും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എഡ്യൂക്കേഷനും ഇല്ല, സിസ്റ്റവും ഇല്ല, രണ്ടും വെവ്വേറെയാണ്. ഒരു ഒരു മാഫിയയുടെ പുറകിൽ മാറിയിരിക്കുകയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഞാൻ കമ്പയർ ചെയ്യുകയല്ല പറയുന്നത്. വിദേശ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്നോവേഷൻ, അതായത് ഇപ്പം നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ആയിത്തീരണമെങ്കിൽ അവനൊരു എഞ്ചിനീയറോ അല്ലെങ്കിൽ അവൻ മെക്കാനിക്കൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു IT എഞ്ചിനീയറോ അല്ലെങ്കിൽ അവനൊരു ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറോ ആയിത്തീരണമെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വേണ്ടതെന്ന് പറയുന്നത് ഇൻഡസ്ട്രി ഓൺഡ്, ഇൻഡസ്ട്രി റെഡി സ്കില്ലുകൾ. ഇപ്പൊ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവനോട് പറയുകയാണ് നീ IIT അല്ലെങ്കിൽ ഈ എവിടെയെങ്കിലും പോയി ക്രാഷ് കോഴ്സിന് ചേരണം അല്ലെങ്കിൽ നീ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം അവനൊരു പാഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് മാതാവും പിതാവും ശ്രദ്ധിക്കേണ്ടത്. വരും കാലഘട്ടത്തിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് പാഷൻ. പാഷന് മാത്രമേ മാർക്കറ്റ് വാല്യൂ ഉള്ളൂ. അവന് മെക്കാനിക്കൽ എഞ്ചിനീയർ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഷുഡ് ബിൽഡ് എ ഡ്രോൺ. അവനൊരു IT എഞ്ചിനീയർ ആവാൻ താല്പര്യമുണ്ട്, അവനൊരു ആപ്പ് ബിൽഡ് ചെയ്തേ പറ്റൂ.
ഇനിയൊരു മെക്കാനിക്കലും വേണ്ട, അതിനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ അവനൊരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള മിനിമം ക്വാളിറ്റി എങ്കിലും വേണം. 12ാം ക്ലാസ് കഴിയുന്ന മിനിമം ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടിക്ക് ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയുടെയും ഇപ്പോഴത്തെ ഈ പറയുന്ന ഇന്റർനെറ്റിന് ഒരു ഒരു സാധ്യത കൊണ്ട് ഇതൊക്കെ വളരെ നിസ്സാരമായി ഉണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിയേറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ക്രിയേറ്റിവിറ്റി ഏറ്റവും പലരും പറയും കലയിലാന്ന് പറയും. ഈ വരയ്ക്കാനുള്ള ഒരു കല, അല്ലെങ്കിൽ നടന്മാരും നടിമാരാണ് ഏറ്റവും വലിയ ക്രിയേറ്റീവ്. തെറ്റിദ്ധാരണയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിയേറ്റീവ് മേഖല എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ് ആണ്. മെക്കാനിക്കൽ അല്ലെങ്കിൽ IT എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. ദ ഡിസൈനിങ് പ്രോഡക്ട്സ്. ഇന്ന് ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന പ്രോഡക്ട്സ് കണ്ടെത്തുന്ന ആരാണ്? ഈ എഞ്ചിനീയേഴ്സ് ആണ് കണ്ടെത്തുന്നത്. അവരെല്ലാം IIT എന്നും IIM പഠിച്ചിറങ്ങുന്നവരല്ല. അബ്സല്യൂട്ട്ലി ശുദ്ധ അസംബന്ധം. അവർക്കൊന്നു മാത്രമേ ഉള്ളൂ, പാഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക. ഇന്ന് ഇന്ത്യയിൽ എൻ്റെ അറിവിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ത്യയിൽ ഈ പറയുന്ന ഈ എക്സാംസ് എഴുതി കിട്ടാതെ പലരും വിദേശ രാജ്യങ്ങളിലേക്ക് പല യൂണിവേഴ്സിറ്റിയിലേക്കും അപ്ലൈ ചെയ്യുന്നത് പാഷൻ കൊണ്ടാണ്. സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ പാഷൻ, ഒരു സെമി കണ്ടക്ടർ കമ്പനിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള പാഷൻ കൊണ്ട് അവിടെ അപ്ലൈ ചെയ്ത് വന്ന് പല കമ്പനികളും പ്രോസസ് എഞ്ചിനീയേഴ്സായി വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് എനിക്കറിയാൻ സാധിക്കും. അല്ലെങ്കിൽ IT-യുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പലർക്കും ആപ്സ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ പല ആപ്സുകളും എൻഹാൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് എത്രയോ പേര് ഈ പറയുന്ന പാഷനൊന്നും ഇല്ലാതെ ഇനിയെങ്കിലും വരുന്ന കാലഘട്ടത്തിൽ, നിങ്ങൾ അറിവില്ലായ്മ കൊണ്ടാന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം നല്ലത് ആഗ്രഹിച്ചുകൊണ്ടാണ് പലരും പറയുന്നത് മക്കളെ IIT ചെയ്ത്. പക്ഷെ കാലം കഴിഞ്ഞു. ഈ പറയുന്ന കോച്ചിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയൊരു സ്കാം. ഇറ്റ്സ് എ ബിഗ് ബിസിനസ്. $8 ബില്യൺ ഇന്ത്യയിലെ വലിയൊരു ബിസിനസ്സാണ്. എല്ലാ വർഷവും 10% കൂടും. ഇപ്പം നിങ്ങളിപ്പോൾ ശരാശരി ഇത് ചിന്തിക്കുക. നിങ്ങളുടെ മകനെയോ അല്ലെങ്കിൽ മകളെയും കൊണ്ട് ഈ പറയുന്ന കോച്ചിങ് സെന്ററിലേക്ക് ഈ റിസൾട്ട് കിട്ടിയാൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റുമായി പോകുമ്പോൾ ആ ഫ്രണ്ടിലിരിക്കുന്ന വ്യക്തി ഓ, ഇവൻ കൊള്ളാലോ, മിടുക്കനാണ്, ഇവനെ നമുക്ക് നീറ്റില് ഇവനെ നമുക്ക് ഏർപ്പാടാക്കാം, ഇവന് കിട്ടും, ചാൻസ് ഉണ്ട്, മിടുക്കനാണ്, ഇവൻ മാണിക്യമാണ്, മാണിക്യം, ഇവന് കിട്ടിയേ പറ്റൂ, ഇപ്പൊ തന്നെ നിങ്ങൾ ചേരുക. അപ്പൊ പൈസയൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട, അതിനൊക്കെ പദ്ധതികളുണ്ട്, EMI ഉണ്ട്, എല്ലാം ഉണ്ട്, മകൻ ഇപ്പൊ തന്നെ കയറ്റിയറേ എന്ന് പറഞ്ഞുകൊണ്ട് വെറും പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് കുട്ടികളുടെ സോഷ്യൽ സ്കില്ലുകൾ, ഹോബികള്, അവരുടെ ഇന്റർപേഴ്സണൽ സ്കില്ലുകൾ ഒന്നുമില്ലാതാക്കുന്ന 1.5 വർഷം 2.5 വർഷം പഠിച്ചുകൊണ്ട് വാട്ട് ആർ ദ ബിൽഡിങ് ഇറ്റ്. അമേരിക്കയിലും വിദേശ രാജ്യങ്ങളൊന്നും നീ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരും എന്ന് ചോദിക്കുന്നില്ല. IIT IIM ഡസന്റ് മാറ്റർ. അവരാകെ നോക്കുന്നത് അവരുടെ ഒരു സൊല്യൂഷൻസ്, അവരുടെ പ്രോബ്ലംസിന് എത്രമാത്രം സോൾവ് ചെയ്യാനുള്ള ഇൻഡസ്ട്രി റെഡി സ്കിൽസ് തൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ വേറൊരു സ്കിൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ കുട്ടികൾ എത്രയും പെട്ടെന്ന് വിദേശ രാജ്യങ്ങളിൽ, ഞാൻ പോയപ്പോൾ എൻ്റെ ഒരു ബന്ധു എന്നെ വന്ന് പറഞ്ഞു, എൻ്റെ മകൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും അവനൊന്ന് ജർമ്മനിക്ക് കടത്തണം. ഞാൻ പറഞ്ഞു ജർമ്മനിക്ക് കടത്താൻ പറ്റായികയൊന്നുമില്ല, ജർമ്മനി പോകാം, ആർക്കും പോകാം അവസരമുണ്ടെങ്കിൽ. അതിപ്പോ പക്ഷെ എന്തിനാണ് പോകുന്നത്? ജോലിക്കാണ് പോകുന്നത്, അല്ല പഠിക്കാനാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായം വെച്ച് പറയുകയാണ്, ജർമ്മനിയിലോ വിദേശ രാജ്യങ്ങളിലോ പോയാൽ ജോലി കിട്ടണമെങ്കിൽ, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ജോലി കിട്ടണമെങ്കിൽ അവനൊരു അടിസ്ഥാന കഴിവ് വേണം. നമ്മുടെ രാജ്യത്തെ സിസ്റ്റംസ് തകർന്നു കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ സർക്കാർ മോശം എന്നല്ല പറയുന്നത്, എഡ്യൂക്കേഷൻ സിസ്റ്റം മോശമാണ്. വി ഡോണ്ട് ഹാവ് എനി സ്കിൽസ്. അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു കാർ നന്നാക്കാനുള്ള കഴിവ് പോലും ഇല്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറി കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഗെറ്റ് ജോബ്. അവർക്ക് വേണ്ടത് ഡിമാൻഡ്. നാളെ മുതൽ ഫീൽഡിൽ ഇറങ്ങിയാൽ നാളെ മുതൽ അവരെടുത്തു വരും. ഇത് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക, പരിപാടി അത്രയേ ഉള്ളൂ. ഇവിടെ ആരും സ്പൂൺ ഫീഡ് ചെയ്യാൻ അവിടെ ആരും ഇല്ല. പിന്നെയെങ്കിലും മനസ്സിലാക്കുക, ഈ പറയുന്ന നിങ്ങളുടെ മകനോ മകളോ ഉണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ ഒരു പാഷൻ ഡെവലപ്പ് ചെയ്യുക. അതല്ലാതെ അവനെ കോച്ചിങ് സെന്ററിലേക്ക്, ഇവനെ നമുക്ക് അവിടേക്ക് വിടാം. ഞാൻ സ്ഥലങ്ങളൊന്നും പറയുന്നില്ല, ആർക്കെതിരായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാം അറിയാം എവിടേക്കാണ് പോകുന്നതെന്ന്. ആ സ്ഥലം ലക്ഷ്യമാക്കി അവിടെ ഹോസ്റ്റൽ ലക്ഷ്യമാക്കുകയല്ല വേണ്ടത്. 10 കഴിയുമ്പോഴേക്കും അമ്മയും അപ്പനും മകനിലെ പാഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. അവന് എയറോനോട്ടിക്കൽ വേണമോ, അല്ലെങ്കിൽ അത് വേണമോ, ഇത് വേണമോ, ഈ സ്കൂൾ കാലഘട്ടത്തിൽ
തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രോട്ടോടൈപ്പോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുക. അറിവില്ലെങ്കിൽ ചോദിക്കുക, കണ്ടെത്തുക, മനസ്സിലാക്കുക. അതല്ലാതെ ഇത്തരത്തിലുള്ള കോച്ചിങ് സെന്റേഴ്സിൽ പോയി പണവും നഷ്ടപ്പെടുത്തി കുട്ടികളെ വർഷവും കളഞ്ഞ ശേഷം കുട്ടികൾ ഈ പറഞ്ഞ സ്കില്ലും കളഞ്ഞ ശേഷം കുട്ടികൾ ശരിക്കും പറയും, എൻ്റെ ഒരു സുഹൃത്ത് പറയുകയാണ്, അവൻ പറയുകയാണ് അവന് IIT പാസ്സായില്ല. അവൻ പറയുകയാണ് ഇന്നും 10 വർഷങ്ങൾക്ക് ശേഷവും ആരെങ്കിലും IIT പാസ്സായി എന്ന് കേട്ടാൽ അവൻ്റെ ഒരു ഞെട്ടലാന്ന് പറയുന്നത്. കാരണം മനസ്സിലൊരു ആന്തൽ, എനിക്ക് സാധിച്ചല്ലോ എന്ന്. അവൻ ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് പോയാൽ പോലും ഒരു ആന്തലും ആകുലതയും ഡിപ്രഷൻ കുട്ടികൾ ആ ലെവലിലേക്ക് കടത്തി വിടരുത്. കുട്ടിക്ക് താല്പര്യമുണ്ടോ, അവന് താല്പര്യമുണ്ടെങ്കിൽ വിടുക. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ഒരു പാഷൻ കണ്ടെത്തുക, ഇൻഡസ്ട്രി റെഡി സ്കിൽസിന് വേണ്ടി തയ്യാറാക്കണം, എല്ലാ സഹകരണവും കൊടുക്കും. അതല്ലാതെ ഇത്തരത്തിലുള്ള അപ്പുറത്തെ കുട്ടികളുടെ മാർക്ക്